നമസ്കാരം. ഇന്ന് കർക്കിടക മാസം 4-ാം തീയതി. ശ്രീരാമചന്ദ്രൻ്റെ സീതാസ്വയംവര രംഗമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പാരായണം ചെയ്ത് അനുസ്മരിച്ചത്. 100ഓളം ഭടന്മാരെ കൊണ്ടുവരുവിച്ച ആ ശൈവചാപം ഭഗവാൻ എടുത്തു കുലച്ചു. അതനുസരിച്ച് സന്തോഷവാനായ ജനകൻ ദശരഥനെ ദൂതനെ അയച്ചു വരുത്തി തൻ്റെ പുത്രിയായ സീതാദേവിയെ ശ്രീരാമചന്ദ്രനും ഊർമിളയെ ലക്ഷ്മണനും ശ്രുതകീർത്തിയെയും മാണ്ഡവിയെയും ഭരതശത്രുഘ്നന്മാർക്കും പാണിഗ്രഹണം ചെയ്തു കൊടുത്ത് സന്തോഷത്തോടുകൂടി അയോധ്യയിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ അയോധ്യയിലേക്ക് പോകുന്ന വഴി ഭാർഗവരാമൻ രാജകുലം മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ ഒരുങ്ങി പുറപ്പെട്ട ഭാർഗവരാമൻ ശ്രീരാമനെ തടഞ്ഞു നിർത്തി. നിന്റെ കയ്യിൽ നീയൊരു ശൈവചാപം കുലച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ കയ്യിലൊരു വൈഷ്ണവചാപമുണ്ട്. ആ വൈഷ്ണവചാപം നീ കുലയ്ക്കുകയാണെങ്കിൽ നിന്നെ വെറുതെ വിടാം, അല്ലെങ്കിൽ നിന്റെ കുലം മുഴുവൻ തന്നെ ഞാൻ മുടിക്കുന്നതാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഭാർഗവരാമൻ്റെ മുന്നിൽ ആ വൈഷ്ണവചാപം തൊട്ട് തലയിൽ വെച്ച് അത് കുലയ്ക്കുമ്പോൾ സാക്ഷാൽ നാരായണനാണ് തൻ്റെ മുമ്പിൽ ദാശരഥിയായിട്ട് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി സ്വന്തം തേജസ് ആ ദാശരഥിയെ ലയിപ്പിച്ച് ആ ഭഗവാനെ സ്തുതിക്കുന്നതായിട്ടുള്ള രംഗം, ഭാർഗവരാമൻ ദാശരഥിയെ സ്തുതിക്കുന്നതായിട്ടുള്ള രംഗം പാരായണം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ആ രാമായണ കഥ അനുസ്മരിക്കുന്നത്. രാമ 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 രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ ജഗൽ സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ. ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം, മുന്നം ചെയ്തൊരു തപസ്സാഫല്യമെല്ലാം വന്നു. ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടു കിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതുമൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ. നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കേണം. അജ്ഞാനോത്ഭവങ്ങളാം ജന്മാദിഷഡ്ഭാവങ്ങൾ
സുജ്ഞാനസ്വരൂപനാം മിങ്കലില്ലല്ലോ പോറ്റി. നിർവികാരാത്മാ പരിപൂർണനായിരിപ്പൊരു നിർവാണപ്രദനല്ലോ നിന്തിരുവടി പാർത്താൽ. വന്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം. യാവൽ പര്യന്തം മായാസംവൃതം ലോകമോർത്താൽ താവൽ പര്യന്തമറിയാവല്ലഭവത്തത്വം. സത്സംഗം കൊണ്ടു ലഭിച്ചീടിന ഭക്തിയോടും ത്വത്സേവാരതന്മാരാം മാനുഷർ മെല്ലെ മെല്ലെ ത്വന്മായാരചിതമാം സംസാരപാരാവാരം തൻ മറുകരയേറിയിടുന്നതിതു കാലം കൊണ്ട്. ത്വജ്ഞാനപരന്മാരാം മാനുഷജനങ്ങൾക്കുള്ള അജ്ഞാനം നീക്കുവോരു സൽഗുരു ലഭിച്ചിടും. സൽഗുരുവരങ്കൽ നിന്നൻപോടു വാക്യജ്ഞാനമുൾക്കാമ്പിളുദിച്ചിടും ത്വൽപ്രസാദത്താലപ്പോൾ. കർമ്മബന്ധത്തിങ്കൽ നിന്നാശു വേർപെട്ടു ഭവച്ചിന്മയപദത്തിങ്കലാഹന്ത ലയിച്ചിടും. ത്വത്ഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ വിജ്ഞാനജ്ഞാനസുഖം മോക്ഷമെന്നറിഞ്ഞാലും. അജ്ഞാനം നീക്കി ത്വദ്ബോധം മമ സിദ്ധിക്കേണം. ആകയാൽ ത്വൽപാദപത്മങ്ങളിൽ സദാകാലമാകുലം കൂടാതൊരു ഭക്തി സംഭവിക്കേണം. നമസ്തേ ജഗൽപതേ നമസ്തേ രമാപതേ നമസ്തേ ദാശരഥേ നമസ്തേ സതാംപതേ നമസ്തേ വേദപതേ നമസ്തേ ദേവപതേ നമസ്തേ മഖപതേ നമസ്തേ ധരാപതേ നമസ്തേ ധർമ്മപതേ നമസ്തേ സീതാപതേ നമസ്തേ കാരുണ്യാബ്ധേ നമസ്തേ ചാരുമൂർത്തേ നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര. സന്തതം നമോസ്തുതേ ഭഗവൻ നമോസ്തുതേ. ചിന്തയേ ഭവച്ചരണാംബുജം നമോസ്തുതേ.